മലയാളികളുടെ പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ശ്രീനിവാസൻ. ദീർഘനാളായി അസുഖബാധിതനായി ഉദയംപേരൂരിലെ വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിക്കുന്നത്. മലയാള സിനിമയിൽ തന്റേതായ ഒരു പാത വെട്ടിത്തെളിച്ച് മുന്നേറി വന്ന ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ. വെറും നടൻ എന്നതിലുപരി മലയാളി സമൂഹത്തിന്റെ കാപട്യങ്ങളെയും രാഷ്ട്രീയ ജീർണതകളെയും തന്റെ മൂർച്ചയേറിയ തിരക്കഥകളിലൂടെ അദ്ദേഹം ചോദ്യം ചെയ്തിരുന്നു. 1977 ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത്. സിനിമയിലെ ഏതു വേഷവും തന്റെ തനതായ ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് അപാരമായിരുന്നു. ദാസനും വിജയനും എന്ന എക്കാലത്തെയും വലിയ ഹിറ്റ് കൂട്ടുകെട്ടിലൂടെ മോഹൻലാലിനൊപ്പം അദ്ദേഹം തീർത്ത വിസ്മയങ്ങൾ ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാവിഷയമാണ്. മണിമുഴക്കത്തിന് ശേഷം 1984 ഓടരുതമ്മാവ ആളറിയാമെന്ന സിനിമയിലൂടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു. സാമൂഹിക വിഷയങ്ങളെ നർമ്മരസം ചേർത്ത് ശ്രീനിവാസൻ തിരക്കഥകൾ ഒരുക്കിയപ്പോൾ മലയാളിക്ക് ഹാസ്യത്തിന്റെയും ആക്ഷേപഹാസ്യത്തിന്റെയും നവ്യാനുഭവങ്ങളാണ് സമ്മാനിച്ചത്.